നമ്മൾ പാപപരിഹാരത്തിനായി നമ്മൾ കുർബാന കൊള്ളുന്നു, അത് പിന്നെയും വീണ്ടും ആ പാപം ചെയ്യുന്നു, പിന്നെയും അടുത്ത് കുർബാന കൊള്ളുന്നു, പിന്നെയും പാപം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ വിശ്വസിച്ച് പോകുമ്പോഴത്തേക്ക് നമ്മളൊരു ആചാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കുർബാന കൊണ്ടാൽ ഈ അടുത്ത ആഴ്ച വരെ നമുക്ക് പാപത്തിൽ നിന്ന് ചെറുത്ത് നിൽക്കുവാനുള്ള വലിയൊരു ശക്തി, യേശുവിൻ്റെ ജീവൻ നമ്മളിലേക്ക് ആ അപ്പത്തിലൂടെ ആ രക്തത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ചായിരുന്നു കൂടി വരുവാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട വിജയാണ്. ഏറ്റവും അനുഗ്രഹകരമായ നിലയിൽ നമ്മുടെ ഈ പ്രയർ ഗ്രൂപ്പിനെ കഴിഞ്ഞ 2 വർഷങ്ങളായി അനുഗ്രഹീതമായ നിലയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രിയപ്പെട്ട വിജയുടെ സാന്നിധ്യത്തെ സന്തോഷകരമാണ്. ഇന്ന് വചനഘോഷണം പ്രിയപ്പെട്ട വിജയോട് അഭ്യർത്ഥിച്ചപ്പോൾ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ഇന്ന് അതിനായി വന്നുചേരുകയും ചെയ്തതിലുള്ള പ്രത്യേകമായ സന്തോഷവും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രിയപ്പെട്ട വിജയ അതിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ നിൽക്കുവാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല, ദൈവത്തിൻ്റെ കരുണയിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ സഭയായി വൈദിക ഞായർ ഇന്ന് ആചരിച്ചു. അപ്പോൾ അത് ഇന്ന് ഞാൻ എടുക്കാൻ വിചാരിച്ച കാര്യവും അതിനോട് യോജിച്ച ഒരു കാര്യം നേരത്തെ വിചാരിച്ചതാണ്. പക്ഷെ അതെല്ലാം ദൈവം ക്രമീകരിച്ച പോലെ ഒരു തോന്നൽ വന്നു. അതുപോലെ തന്നെ ഇന്ന് അച്ഛൻ മുൻ വികാരി PC മാത്യു അച്ഛൻ എനിക്ക് ഈ പ്രയർ ഗ്രൂപ്പിലേക്ക് വരുവാൻ ഒരു വാതിൽ തുറന്നു തന്നു. എൻ്റെ ജീവിതത്തിൽ ഈ ആത്മീയ യാത്രയിൽ എന്നെ ഒത്തിരി സഹായിക്കുന്നത് നമ്മുടെ വർഗീസ് അച്ഛനോട് ഞാൻ പ്രത്യേകിച്ച് അച്ഛൻ്റെ കുർബാനയെ ഞാൻ കൂടുതൽ സ്നേഹിക്കാൻ ഒരു 2020 മുതലാണ് ഞാൻ ഒരു കുർബാനയോട് കൂടുതലൊരു അടുപ്പം എനിക്ക് തോന്നിയത്. അപ്പോൾ അതിനെ കൂടുതൽ സഹായിച്ചത് അച്ഛൻ്റെ ആ ഒരു കുർബാന ശൈലിയും ആ ശബ്ദ സൗന്ദര്യവും അതൊക്കെ വളരെ എന്നെ കുർബാനയോട് കൂടുതൽ അടുപ്പിക്കാൻ സഹായിച്ചു. എൻ്റെ ഹൃദയത്തോട് അച്ഛനെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. ഇന്നത്തെ വചന ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10 മുതൽ 16 വരെ വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിക്കാം. മോഷ്ടിപ്പാനും അറപ്പാനും കുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും മക്കളെ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയും. ചെന്നായി അവയെ പിടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. ഞാൻ നല്ല ഇടയൻ. പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യും. 16 ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരിടയനും ആണ്. മോഷ്ടിക്കാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കും. കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ ഒരു അവസരം തന്നതിനായി നിന്നെ സ്തുതിക്കുന്ന കർത്താവെ, അവിടുന്ന് നിന്റെ വചനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നീ എൻ്റെ നാവിനെ ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറയുമ്പോൾ എൻ്റെ നാവിലൂടെ കർത്താവ് നീ അങ്ങ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനത്തിൻ്റെ സൗഖ്യം നീ ഞങ്ങൾക്ക് തരണമേ. പ്രത്യേകമായി ജെറമ്യാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകന് പൂർണ്ണ സൗഖ്യം ഈ വചനത്തിലൂടെ നീ നൽകണമേ. നീ ജീവനാകുന്നു. നിൻ്റെ ജീവൻ നിൻ്റെ മകനിലേക്ക് കൂടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ഒരു വചനം ശരിക്കും എൻ്റെ ജീവിതത്തിൽ നേരത്തെ ഉള്ള സമയത്ത് ഞാനൊരു ക്രിസ്തീയ കൂട്ടായ്മയിൽ, അതായത് മർത്തോമായിൽ ജനിച്ചു വളർന്നു. പക്ഷേ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ക്രിസ്തീയ ഇതിൽ ജീവിക്കുന്നു, മറ്റ് വേറൊരു മതവും അതിലും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു, അവരുടെ ജീവിതം നന്നായി പോകുന്നു. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ജീവിതം നന്നായി പോകുന്നു എന്ന് ഞാൻ മുൻപ് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ വചനം ഞാനൊരു അവസരത്തിൽ എനിക്ക് കേൾക്കുവാൻ ദൈവം സഹായിച്ചു. കൂടുതൽ എനിക്ക് ബൈബിളിനോടുള്ള കൂടുതൽ ജ്ഞാനമൊന്നും ഇല്ലെങ്കിലും വചനം പലപ്പോഴും കേൾക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ എൻ്റെ ജീവിതത്തിൽ അതൊരു വഴിയായി എനിക്ക് തുറന്നു തരുന്നത്. അപ്പോൾ ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടപ്പോൾ
അതെൻ്റെ ജീവിതത്തിൽ ഒത്തിരി ചിന്തിക്കാൻ സഹായിച്ചു. അതായത് യേശു വന്നത് ജീവൻ നൽകാനാണ്. അത് വേറെ ഒരു മതത്തിലും ആ മതത്തിലുള്ള ഒരു ദേവന്മാരോ ദൈവങ്ങളോ ഒന്നും അങ്ങനെ ഒരു ഇത് അവർക്ക് നൽകിയിട്ടില്ല. അത് നമ്മുടെ ഈ ഒരു ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമേ ഉള്ളൂ. യേശുവിൻ്റെ ജീവൻ ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് സമൃദ്ധിയായി, അത് ചെറിയ ജീവനല്ല, അത് സമൃദ്ധിയായി തരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം അതാണ് നമ്മളെ കൂടുതൽ നമ്മൾ യേശുവിലേക്ക് അടുപ്പിക്കുവാൻ, നമുക്ക് കൂടുതൽ ആശ്രയം അർപ്പിക്കാൻ നമുക്ക് സഹായിക്കുന്നത്. ഇത് ഈ ഒരു ഇത്രയും ഭാഗങ്ങൾ ആദ്യം 11, 12, 13 വാക്യങ്ങളിൽ യേശു ശിഷ്യന്മാരോട് പറയുന്നത് അത് ആ സമയത്തുള്ള യേശുവിനെക്കുറിച്ചും ആ സമയത്തുള്ള മത നേതാക്കളെ പറ്റിയും താരതമ്യപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ വിശ്വസനീയത എന്താണെന്നും ഒക്കെ അവിടെ കൂടുതൽ യേശു അവിടെ അവരോട് പറയുകയാണ്. അതായത് യേശു ഒരു കൂലിക്കാരനല്ല. അതായത് കൂലിക്കാരൻ കൂലിയെയാണ് കൂടുതൽ നോക്കുന്നത്, കൂലി കിട്ടുന്നതിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. പക്ഷേ യേശു ഒരു കൂലിക്കാരനല്ല, ഞാൻ നല്ല ഒരു ഇടയനാണ്. അതിനകത്ത് വീണ്ടും പറയുന്നത് ഇടയനും ആടുകളും തമ്മിൽ ഒരു വ്യക്തിപരമായ ബന്ധമുണ്ട്. ആ ബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ ആടുകൾ യേശുവിൻ്റെ സ്വന്തമാണ്. ആ സ്വന്തമായതുകൊണ്ടാണ് യേശുവിന് ആടുകളോട് കൂടുതൽ ഒരു സ്നേഹം വരുന്നത്. ആടുകൾ സ്വന്തമല്ല, കൂലിക്ക് വേണ്ടി മാത്രം കൂലിക്കാരൻ വേല ചെയ്യുന്നു. അതാണ് അവിടെ കൂടുതൽ പറയുന്നത്. ഒരു ചെന്നായുടെ മുമ്പിൽ വരുമ്പോൾ കൂലിക്കാരൻ ഓടിപ്പോകുന്നു. കൂലിക്കാരനും ആടുകളുമായിട്ട് ഒരു ബന്ധവും വരുന്നില്ല. പക്ഷേ യേശുവും ആടുകളും തമ്മിൽ വ്യക്തിപരമായ ബന്ധമുണ്ട്. അത് യേശു അവിടെ പറയുന്നത് ഈ ജെറുസലേമിലെ പാലസ്തീനയിലുള്ള ആട്ടിടയന്മാരെ പ്രത്യേകിച്ച് ഞാനൊരു ഇതിൽ കേട്ടതാണ്. ആ ഇടയന്മാരുടെ പ്രത്യേകത, ഇടയന്മാർ ആടുകളുടെ കൂടെ വസിക്കുന്നു. ആട്ടിൻ തൊഴുത്തിൽ ആടിൻ്റെ കൂടെ വസിച്ച് അവർ ആടിനെ പുലർത്തുകയാണ്. അതുപോലെ തന്നെ ആടിനെ പേർ ചൊല്ലി വിളിക്കുന്നു. ചില ആടുകൾക്ക് പേര് ചൊല്ലിയാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ തൊഴുത്തിൽ വാതിലിൻ്റെ മുമ്പിൽ ഇടയൻ കിടന്ന് ആടിനെ സംരക്ഷിക്കുകയാണ്. ആട് ചെന്നായുടെ വായിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ആടിനെ സംരക്ഷിക്കുകയാണ്. അപ്പം ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ഇടയന്മാരെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് യേശു പറയുന്നത് ഞാൻ നല്ല ഒരു ഇടയനാണ് എന്ന്. മറ്റൊരു പ്രത്യേകത, ഇടയന് ആടുകളെയും ആടുകൾക്ക് ഇടയനെയും നന്നായി അറിയാം. അത് ശരിക്കും പറഞ്ഞാൽ അവിടാണ് നമ്മുടെ ഞാൻ മുമ്പേ പറഞ്ഞ ആടുകൾക്ക് ഇടയൻ ആടിനെയും നന്നായി അറിയാം. അപ്പോൾ നമ്മുടെ മതവും ആത്മീയതയും തമ്മിലൊരു വ്യത്യാസം വരുന്നത്, മതത്തിലുള്ള ഒരാൾക്ക്, മതത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ദൈവത്തോട് പേഴ്സണലായിട്ടൊരു ബന്ധം വരണമെന്ന് ഇല്ല. ശരിക്കും പറഞ്ഞാൽ അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അവർ മുമ്പോട്ട് പോകുന്നു. പക്ഷേ പേഴ്സണലായിട്ട് നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിനെ പേഴ്സണലായിട്ട് ഒരു ബന്ധം വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയത നമ്മൾ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ വീണ്ടും യേശു അതിനകത്ത് പറയുന്നത് ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അത് ആദ്യവും പറയുന്നുണ്ട്, വീണ്ടും അത് എടുത്ത് പറയുന്നുണ്ട്, ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ശരിക്കും ഒരു ഇടയൻ മരിച്ചു കഴിയുമ്പോൾ ആടുകൾ ചിതറിപ്പോവും. ആടുകളുടെ അവസാനമാണ് അവിടെ തുടങ്ങുന്നത്. പക്ഷേ ആത്മീയതയിൽ യേശു നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇടയന്മാർ അവിടെ ചിതറിപ്പോവുകയല്ല, ഇടയന്മാർ അവിടെ ശക്തി പ്രാപിക്കുകയാണ്. ഇന്ന് രാവിലെ പള്ളിയിൽ വെച്ച് സുവിശേഷകൻ പറഞ്ഞപ്പോഴും പത്രോസിനെ പറ്റി പറഞ്ഞപ്പോൾ, യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ സാഹചര്യങ്ങളെ അടിസ്ഥാനത്തിൽ യേശുവിനെ നല്ലതായിട്ട് പറഞ്ഞു, പിന്നെ തള്ളി പറഞ്ഞു. പക്ഷേ യേശു കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ആത്മാവ് ഇടയൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ആ ഇടയന് ധൈര്യമുണ്ടായി. ഏത് സാഹചര്യത്തിലും യേശുവിനെ ഉയർത്തിപ്പിടിക്കുവാൻ, സാക്ഷീകരിക്കുവാൻ ഉള്ള ഒരു വലിയ ധൈര്യം ആ ഇടയനുണ്ടായി. അതാണ് ഇവിടെ പറയുന്നത്. അത് ഈ വചനത്തിൽ പറയുമ്പോൾ അത് നമ്മുടെ കുർബാനയെ നമുക്ക്
ചിന്തിക്കാം. അതായത് നമുക്ക് ലിറ്ററലി നമ്മൾ യേശുവിനെ സ്വീകരിക്കുന്നത്, നമ്മളിപ്പോൾ വചനത്തിൽ പറയുമ്പോഴും നമ്മൾ ഒന്നും കാണുന്നില്ല നമ്മുടെ വിശ്വാസം. പക്ഷെ നമ്മൾ കണ്ണാൽ കാണുന്ന ഒരു കാര്യം, യേശു നമ്മളിലേക്ക് വരുന്നത് കുർബാനയിലൂടെയാണ്. അത് എനിക്ക് ആ കുർബാനയോട് കൂടുതൽ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചതും അതാണ്. നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങളുണ്ടാകും. അതായത് അച്ഛൻ ആശീർവദിക്കുമ്പോൾ അത് യേശുവിൻ്റെ ശരീരവും രക്തവുമായി മാറുകയാണ്, അതിനകത്തൊരു വ്യത്യാസവും ഇല്ല. പക്ഷേ കൂടുതലും നമ്മൾ ആദ്യമൊക്കെ ചിന്തിച്ചപ്പം ഇത് അപ്പം വാഴ്ത്തുമ്പോൾ അച്ഛൻ പറയുന്നു ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഓർമ്മയ്ക്കായി ചെയ്യുന്നതാണ് നമ്മൾ കൂടുതലും. ആ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് നമ്മൾ പള്ളിയിൽ വരുന്നു, നമ്മൾ കുർബാന കൊള്ളുന്നു, നമ്മൾ പോരുന്നു. എൻ്റെ ചിന്തയാണ്, നിങ്ങളുടെ അല്ല, ഞാൻ എൻ്റെ ചിന്തയാണ് പറയുന്നത്. അപ്പോൾ ആ ചിന്ത മാറി യേശുവിൻ്റെ ശരീരമാണെന്ന് നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ച് അത് ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ലഭിക്കും. കുർബാന കൊള്ളുമ്പോൾ നമുക്ക് മാറ്റമാണ് ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അതൊരു ആചാരമായി മാറത്തേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. അതാണ് പറയുന്നത്, അത് യേശു പറയുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്. നമ്മൾ ആ ഒരു വിശ്വാസം നമ്മളിലേക്ക് വരണം. വിശ്വാസം വന്നെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പാപപരിഹാരത്തിനായി നമ്മൾ കുർബാന കൊള്ളുന്നു, അത് പിന്നെയും വീണ്ടും ആ പാപം ചെയ്യുന്നു, പിന്നെ അടുത്ത് കുർബാന കൊള്ളുന്നു, പിന്നെയും പാപം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ വിശ്വസിച്ച് പോകുമ്പോഴത്തേക്ക് നമ്മളൊരു ആചാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കുർബാന കൊണ്ടാൽ ഈ അടുത്ത ആഴ്ച വരെ നമുക്ക് പാപത്തിൽ നിന്ന് ചെറുത്ത് നിൽക്കുവാനുള്ള വലിയൊരു ശക്തി, യേശുവിൻ്റെ ജീവൻ നമ്മളിലേക്ക് ആ അപ്പത്തിലൂടെ ആ രക്തത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ആ ജീവനിൽ നമ്മൾ നിലനിന്നിട്ട് അടുത്ത ആഴ്ച വീണ്ടും കുർബാന കൊള്ളുമ്പോൾ ആ കുർബാന നമുക്കൊരു അനുഭവമായി മാറാൻ പറ്റും. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ 2020 കഴിഞ്ഞ ആ സമയങ്ങളിലൊക്കെ എനിക്കൊരു അവസരം ദൈവം തന്നു, ദൈവത്തിലേക്ക് തിരിയുവാനൊരു അവസരം ദൈവം തന്നു. എൻ്റെ ആഗ്രഹത്തല്ല, ദൈവത്തോട് തിരിഞ്ഞല്ല, പക്ഷെ ദൈവം ഒരു അവസരം തന്നപ്പോൾ ഞാൻ അതിന് തിരിഞ്ഞ് ആ ദൈവത്തിലേക്ക് പോയി ഒരു സമയത്ത് ഒരു അച്ഛനോട് പേഴ്സണലായിട്ട് സംസാരിക്കാൻ കിട്ടിയ അവസരത്തിൽ, നമ്മുടെ സഭയല്ല വേറെ സഭയിൽ അച്ഛനോട് സംസാരിക്കാൻ പറ്റിയപ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛാ എനിക്ക് ഒരു ഭയമുണ്ട്, വീണ്ടും എൻ്റെ അതായത് ദുശീലങ്ങളിലേക്ക് പാപ വഴികളിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു ഭയം എൻ്റെ ഉള്ളിൽ നിരന്തരമായി ഉണ്ട്. അപ്പോൾ അച്ഛൻ എനിക്ക് തന്നൊരു വലിയ മറുപടി, അത് എനിക്ക് അതാണ് എന്നെ ഈ കുർബാനയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ കാരണമായത്. അച്ഛൻ പറഞ്ഞു, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ടടാ, നീ ഈശോയെ നീ സ്നേഹിക്കുക, നീ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ നോക്കുക. നിന്റെ നിരന്തരമുള്ള ജീവിതത്തിൽ നീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കർത്താവിനെ സ്നേഹിക്കുക. സ്നേഹിക്കുമ്പോൾ ആ ഭയം നിന്റെ ഉള്ളിൽ നിന്ന് മാറും. അത് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും തോന്നിയില്ലെങ്കിലും പിന്നെ ഓരോ ദിവസങ്ങളും ഞാൻ മുമ്പോട്ട് പോയപ്പോൾ പതുക്കെ വചനം കേൾക്കാൻ തുടങ്ങി. വചനം കേട്ട് ആ വചനത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുർബാന പല പ്രാവശ്യമായി കൊള്ളുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അഡിക്ഷൻസ് ഉണ്ടായിരുന്നു. ആ അഡിക്ഷൻസ് ദൈവം പതുക്കെ മാറ്റി തന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കും അഡിക്ഷൻ എന്താ? നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം അഡിക്ഷൻ നമുക്കുണ്ട്. മൊബൈൽ ഒരു അഡിക്ഷനാണ്, ആഹാരം ഒരു അഡിക്ഷനാണ്, അങ്ങനെ പല അഡിക്ഷൻസ് ഉണ്ട്. ആ അഡിക്ഷൻസിനെ പല രീതി, അപ്പം യുവജനങ്ങളാകുമ്പോൾ അവർക്ക് അവരുടേതായുണ്ട്, പ്രായമുള്ളവർക്ക് അവരുടേതായുണ്ട്, ഓരോ മേഖലയിലുള്ള അഡിക്ഷൻസ്. അത് എൻ്റെ ഇതിൽ ഞാൻ പറഞ്ഞാണ്, എൻ്റെ ഉള്ള ദുശീലങ്ങളെല്ലാം ദൈവം പതുക്കെ, അത് എനിക്ക് ഇപ്പോഴും നമുക്ക് ആഗ്രഹമുണ്ട്. പാപം ചെയ്യാൻ ഏത് മനുഷ്യനും ആഗ്രഹമില്ല, എല്ലാ മനുഷ്യനും ആഗ്രഹമുണ്ട്. പക്ഷേ ദൈവം നമ്മളിലേക്ക് ആകർഷിക്കുമ്പോൾ, ദൈവം നമ്മളെ ആകർഷിച്ച് നമ്മളെ നടത്തുമ്പോൾ അതിൽ നമ്മൾ പതുക്കെ മാറി വരികയാണ്. നമ്മുടെ ആഗ്രഹമല്ല, ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളിലേക്ക്. അതാണ് ഇതിനകത്ത് പറയുന്നത്, യേശുവിൻ്റെ ജീവൻ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ യേശുവായി മാറുകയാണ്. അത് കഴിഞ്ഞിട്ട് യേശു വീണ്ടും അവസാനമായി പറയുന്നത്, ഈ തൊഴുത്തിൽ പെടാത്ത ആടുകളും എനിക്കുണ്ട്, അവയെ ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു, അവ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. അതായത് നമ്മുടെ യേശുവിൻ്റെ ജീവൻ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു മാറ്റം വരികയാണ്, നമ്മുടെ രീതികളിൽ മാറ്റം വരും. ഇപ്പം മദ്യപാനി മാനസാന്തരപ്പെട്ടു, അവൻ്റെ മദ്യപാനം മാറി എന്നുകൊണ്ട് അവന് വലിയ മാറ്റം വരുന്നില്ല. മദ്യപാനം മാത്രം മാറിയിട്ട് കാര്യമില്ല. യഥാർത്ഥമായി അവനിലേക്ക് യേശു വരുമ്പോൾ അവൻ്റെ എല്ലാ ഡയമെൻഷനിലും അവന് മാറ്റം വരുവാണ്. അവൻ്റെ നോട്ടത്തിൽ, അവൻ്റെ സംസാരത്തിൽ, അവന് പുതിയൊരു ഭാഷയിൽ സംസാരിക്കും. ബൈബിൾ പുതിയ ഭാഷ എന്ന് പറയുമ്പോൾ ഭാഷാപരത്തെ പറ്റി പറയുന്നുണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്, അത് ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പുതിയ ഭാഷയിൽ സംസാരിക്കും എന്ന് പറയുന്നത് ഞാൻ അതിനെപ്പറ്റിയല്ല വ്യാഖ്യാനിക്കുന്നത്. ഞാൻ പറയുന്നത് അവൻ്റെ ഭാഷ രീതി മാറും, അവൻ്റെ ഭാഷയിലെ അശ്ലീലത മാറും, അവൻ്റെ നോട്ടത്തിലെ അശ്ലീലത മാറും. അത് പതുക്കെ കർത്താവ്, നമ്മുടെ ഇഷ്ടത്തിനല്ല, കർത്താവ് നമ്മളെ നടത്തുമ്പോഴത്തേക്ക് അത് പതുക്കെ നമ്മളിൽ നിന്ന് അകന്നു മാറുകയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ നമ്മൾ എന്നും കിടക്കാൻ പോകുമ്പോൾ നമ്മളെ ശുദ്ധീകരിച്ചിട്ട് നമ്മുടെ ആയുസ് എപ്പോഴാണ് തീരുന്നത് പറയാൻ പറ്റത്തില്ല, കർത്താവ് എപ്പോഴാണ് വിളിക്കുന്നത് പറയാൻ പറ്റത്തില്ല.
നമ്മളൊക്കെ ബലഹീനരാണ്. നോട്ടത്തിലും ചിന്തയിലും വിചാരത്തിലും ഒക്കെ നമ്മൾ 100 കൂട്ടം പാപങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടുന്നുണ്ട് ഒരു ദിവസം തന്നെ. ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും നമ്മൾ എത്രയോ പേരെ വിധിക്കാറുണ്ട്. അതെല്ലാം നമ്മൾ വൈകുന്നേരം കിടക്കുമ്പോൾ ഇപ്പം ഒച്ചത്തിൽ പ്രാർത്ഥിക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നു. നമ്മുടെ ദൈവത്തോട് കതകടച്ച് സംസാരിക്കണമെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് പൂർണ്ണമായി തുറന്നു വെക്കുക. നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായും ദൈവത്തിൽ ഓരോന്നോരോന്നായി പറയുക. എനിക്ക് ഇന്ന ബലഹീനതയുണ്ട് കർത്താവേ, നീ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ അനുദപിക്കുക. എല്ലാ ദിവസവും അനുദപിക്കുക. അങ്ങനെ ഞായറാഴ്ച നമ്മൾ പോയി അച്ഛൻ കുമ്പസാര പ്രാർത്ഥന ചൊല്ലുമ്പോൾ അത് ഏറ്റു പറയുമ്പോൾ അത് നമുക്ക് വലിയൊരു അനുഭവമായി മാറും. ഈ 2020 മുമ്പ് അച്ഛൻ പറയുന്നു, ഞാൻ ഏറ്റു പറയുന്നു, അച്ഛൻ പറയുന്നു, ഞാൻ ഏറ്റു പറയുന്നു. എനിക്ക് അതിനകത്ത് വലിയ ഒരു വ്യത്യാസം എനിക്ക് കാണുന്നില്ല. ഞാൻ കൊള്ളുന്നതിലും എനിക്ക് വലിയ വ്യത്യാസം കാണുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, പള്ളിയിൽ പോയാൽ നമ്മൾ മാറണം, അല്ലെ പള്ളിയിൽ പോകണ്ട. പള്ളിയിൽ പോകുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതം മാറാൻ വേണ്ടിയാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത്. നമ്മൾ ഓരോ കാര്യത്തിന് നമ്മൾ പോകുന്നത് എന്തിനാണ്? അത് നമുക്ക് അതിനൊരു ലഹരി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കർത്താവ് നമുക്കൊരു ലഹരി ആയില്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോയോണ്ട് നമുക്കൊരു ആചാരമായി മാറത്തുള്ളൂ. അതിനകത്ത് വേറെ ഒരു വ്യത്യാസവും നമ്മുടെ ജീവിതത്തിൽ വരും. അതാണ് ഈ പറയുന്ന ദൈവവും യേശുവും തമ്മിലുള്ള ആടും തമ്മിലുള്ളൊരു ബന്ധം. ഇടയനും ആടും തമ്മിലൊരു ബന്ധം ഉണ്ടായാലാണ് അവിടാണ് അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അവൻ മതത്തിൽ, ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ അവൻ നിന്നു പോകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്വരം മാറും. ഈ 16-ാം അധ്യായത്തിൽ പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് യേശുവിനെ പറ്റി പറയാൻ ശ്രമിക്കും. ഇപ്പോൾ ഇന്ന് പള്ളിയിൽ വന്ന് നമ്മുടെ മർത്തോബ സഭയ്ക്ക് സുവിശേഷകർ അവരെന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, എന്തുമാത്രം നോർത്ത് ഇന്ത്യയിൽ പോയി പല ആൾക്കാരോട് പറയുന്നുണ്ട്. അതൊക്കെ അവർ യേശുവിന് വേണ്ടി അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ദാഹം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പം അതുപോലെ നമുക്ക് അവിടെ പോയി ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ ഇടയിൽ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അടുത്ത് വരുന്നവരോട്. എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതിയിൽ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അത് നമുക്കത് പൂർണ്ണമാക്കാൻ പറ്റത്തില്ല. എങ്കിലും നമ്മൾ ശ്രമിക്കുമ്പോൾ ദൈവം നമുക്ക് അതിനുള്ള അവസരങ്ങൾ മുമ്പിൽ കൊണ്ടുതരും. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ നമുക്ക് പല ആൾക്കാരെയും നമ്മൾ ക്രിസ്തുവിലേക്ക് നമ്മുടെ ജീവിതം നന്നായി കാണിച്ച് ക്രിസ്ത്യാനിറ്റിയെ അതായത് ക്രിസ്തീയ മതത്തെ പണ്ടുള്ള ആ ഒരു ബഹുമാനം ഇപ്പോൾ ആൾക്കാർക്കില്ല. എന്തുകൊണ്ട്? നമ്മൾ നന്നായി ജീവിക്കാത്തതുകൊണ്ടാണ്, വേറൊന്നുമല്ല. നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവിനോട് ഏറ്റു പറഞ്ഞ് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ അത് കണ്ട് ക്രിസ്തുവിലേക്ക് ആൾക്കാർ ആകർഷിക്കപ്പെടും. അതാണ് വേണ്ടത്. അതാണ് യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത്. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന സുവിശേഷം അത് മാത്രമാണ്. മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുക, മറ്റ് നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ഇതിലൊക്കെ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ഏറ്റവും അവസാനം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അവ എൻ്റെ സ്വരം ശ്രവിക്കും, അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരാടും ഒരിടയനും ആയി മാറും. അതായത് ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. പല രീതിയിലാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. വചനത്തിലൂടെ സംസാരിക്കും, ആത്മാവിൽ നമ്മളോട് സംസാരിക്കും, ചിന്തയിൽ ദൈവം നമ്മളോട് സംസാരിക്കും, പല മനുഷ്യരോട് നമ്മൾ സംസാരിക്കും, വചനത്തിലൂടെ നമ്മൾ സംസാരിക്കും, വചന പ്രഘോഷണത്തിലൂടെ നമ്മൾ സംസാരിക്കും. അതിനുവേണ്ടിയുള്ളൊരു ദാഹം നമ്മൾ വരണം. എങ്കിൽ മാത്രമേ ആ യേശുവിനോടുള്ള ഒരു സ്നേഹവും അടുപ്പവും നമുക്ക്, ഒരു ഇടയനും ആടും തമ്മിലൊരു അടുപ്പം നമുക്ക് വരികയുള്ളൂ. അതിനുവേണ്ടി ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് ദൈവത്തോട് അടുക്കാനുള്ള ഒരു സ്നേഹം, ആഗ്രഹം നീ എൻ്റെ ഉള്ളിൽ തരണമേ. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ചില സമയങ്ങളിൽ ആ ആഗ്രഹങ്ങൾ കുറയുന്ന പോലെ ഉള്ളിൽ തോന്നൽ വരും. ആ സമയത്ത് ദൈവത്തോട് ഏറ്റു പറയും, കർത്താവേ, എനിക്കൊരു ആഗ്രഹം വരുന്നില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, എൻ്റെ ഒരു എനർജി കുറയുന്ന പോലെ തോന്നുന്നു, നീ എന്നെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ പല രീതികളിൽ ദൈവം നമ്മുടെ മുമ്പിൽ വരും. പല ആൾക്കാർ മുഖേന, പല അച്ഛന്മാർ, കൂടുതലും ഇന്ന് വൈദിക ദിനം, എന്നെ കൂടുതൽ സ്പർശിച്ചത് വൈദികരാണ്. എൻ്റെ ജീവിതം കർത്താവിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന എന്നെ നയിച്ചത് വൈദികർ മാത്രമാണ്. അവരിലൂടെയാണ് എനിക്ക് പല സഭകളിലുള്ള വൈദികർ, അവരിലൂടെയാണ് എനിക്ക് കൂടുതൽ ലഭിച്ചത്. അവർ വഴികാട്ടിയാണ് എനിക്ക്. അപ്പം അങ്ങനെ ദൈവം നമുക്ക് ഓരോ അവസരങ്ങൾ തരും. ദൈവത്തോട് നമ്മൾ ചോദിച്ചാൽ കിട്ടാത്തായിട്ട് ഒന്നുമില്ല. ദൈവം ഏത് വചനം ഞാൻ ഓർക്കുന്നത്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ അധികമായി തരും. പരിശുദ്ധാത്മാവിനെ ഓൾറെഡി അച്ഛൻ പല പ്രസംഗത്തിലും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാമോദിസ വഴി പരിശുദ്ധാത്മ ഓൾറെഡി നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ അതിനെ നമ്മൾ താത്തിടുകയാണ്. നമ്മൾ അതിനെ ഭക്ഷണം കൊടുക്കുന്നില്ല. ഭക്ഷണം കൊടുത്താലേ അത് നമ്മളോട് നല്ല പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് പല പ്രാവശ്യം നമ്മുടെ ഉള്ളിൽ തെറ്റ് വരും. അത് തിരുത്തി മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ യേശുവിനെ പോലെ ആയി തിരിച്ചു പോകുവാൻ
അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ ജീവൻ നിങ്ങളിലേക്ക് തരുമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ ആഗ്രഹം അതാണ്, യേശുവിനെ പോലെ ആകുക.